പലർക്കും അവൾ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. കുറച്ച് നാടൻ, കുറച്ച് തന്റേടി, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാൾ. എന്നാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ കപ്പ് എനിക്കുള്ളതാണ്. സ്വന്തം മനസ്സ് തന്നെയായിരുന്നു അനുമോളിന്റെ യഥാർത്ഥ PR ശക്തി. ആദ്യത്തെ ആഴ്ചകൾ ശാന്തമായിരുന്നു. എന്നാൽ വീട്ടിനുള്ളിലെ തർക്കങ്ങൾ, പുറത്തെ സൈബർ ആക്രമണങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എല്ലാം ഒരുമിച്ച് അനുമോളെ മൂടാൻ ശ്രമിച്ചു. പലരും പറഞ്ഞു ഇവൾ അധികനാൾ കാണില്ല, കരഞ്ഞു തീരുമെന്ന്. എന്നാൽ അനുമോൾ തളർന്നില്ല. അവൾ വീണപ്പോഴൊക്കെ എഴുന്നേറ്റു. എതിരാളികളുടെ കുത്തുവാക്കുകൾക്ക് അവൾ മറുപടി നൽകിയത് പുഞ്ചിരി കൊണ്ടും തന്റെ പ്രകടനം കൊണ്ടുമാണ്. ഒരു ദിവസം വീട്ടിനുള്ളിലെ ചർച്ചയ്ക്കിടെ സഹമത്സരാർത്ഥിയായ ജിൻഡോ അവളോട് പറഞ്ഞു, അനു, നീ ഒരു കൊടുങ്കാറ്റാണ്, പക്ഷേ നിനക്ക് നിയന്ത്രണമില്ല. അനുമോൾ ചിരിച്ചു. കൊടുങ്കാറ്റിന് നിയന്ത്രണമില്ലായിരിക്കാം, പക്ഷേ അത് പോകുന്ന വഴിയിൽ മാറ്റങ്ങളുണ്ടാക്കും. ചിലപ്പോൾ ശാന്തമായി ഒഴുകും, ചിലപ്പോൾ തകർത്തെറിയും. എന്റെ യാത്ര അങ്ങനെയാണ് എന്നൊരു തകർപ്പൻ മറുപടിയായിരുന്നു അത്. ഫിനാലെയുടെ രാത്രി വന്നെത്തി. മോഹൻലാൽ കൈയിലെ കവർ തുറന്നു. ആ നിമിഷം കേരളക്കര ഒന്നടങ്കം ശ്വാസം അടക്കിപ്പിടിച്ചു. വിന്നർ അനുമോൾ. ആ പേര് കേട്ടപ്പോൾ അനുമോളിന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് സന്തോഷ കണ്ണുനീരായിരുന്നു. കൈകളിൽ ട്രോഫിയേന്തി തിരികെ നടക്കുമ്പോൾ അവൾ തന്റെ ആരാധകരോടായി പറഞ്ഞു, എന്നെ വിശ്വസിച്ച എല്ലാവർക്കും നന്ദി. ജീവിതത്തിൽ എത്ര തിരമാലകൾ വന്നാലും തളരാതെ മുന്നോട്ടു പോയാൽ വിജയം നമ്മുടേത് തന്നെയായിരിക്കും. ബിഗ് ബോസ് വീടിന്റെ വാതിൽ കടന്ന് പുറത്തിറങ്ങുമ്പോൾ അനുമോൾ വെറുമൊരു മത്സരാർത്ഥിയായിരുന്നില്ല. ലക്ഷക്കണക്കിന് സ്വപ്നങ്ങൾ കാണുന്ന പെൺകുട്ടികൾക്ക് പ്രചോദനമാകുന്ന അടങ്ങാത്ത ഒരു അലമാലയായി മാറിയിരുന്നു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.